ഒയാസിസ് കമ്പനിയുടെ നികുതി രേഖകളിൽ പൊരുത്തക്കേട്. 26 ഏക്കർ ഭൂമി കമ്പനി അവകാശപ്പെടുമ്പോൾ നികുതി അടച്ചിരിക്കുന്നത് 21 ഏക്കറിന് മാത്രം. ഇതിൽ 6 ഏക്കർ നിലം വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി 15 ഏക്കറിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചാൽ വ്യവസായത്തിന് 10 ഏക്കർ മാത്രമാകും ബാക്കി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഒയാസിസ് കമ്പനി നൽകുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തത തന്നെയാണ് നിലനിൽക്കുന്നത്. 26 ഏക്കർ ഭൂമി കമ്പനി അവകാശപ്പെടുമ്പോൾ നികുതി രേഖകളിൽ തന്നെ ഇതിന്റെ പൊരുത്തക്കേടുകൾ വ്യക്തമാകുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഈ പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ സ്വകാര്യ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയപ്പോൾ ഈ ഒയാസിസ് കമ്പനി പറഞ്ഞിരുന്നതും 26 ഏക്കറിൽ ഈ മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ഒയാസിസ് കമ്പനി മാത്രമല്ല, ഈ സർക്കാരിൻ്റെ മന്ത്രി എം പി രാജേഷ് ആണെങ്കിലും അതല്ലെങ്കിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നത് ഈ 26 ഏക്കറിലാണ് മദ്യ കമ്പനി ആരംഭിക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ നികുതി രേഖകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായി. നികുതി രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൽ 21 ഏക്കറിന് മാത്രമേ നികുതി അടച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. 21 ഏക്കറിന് നികുതി അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 21 ഏക്കറിൽ 6 ഏക്കർ നിലമാണ്, അത് വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി കമ്പനിയുടേതെന്ന് വ്യവസായത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് ബാക്കിയുള്ളത് 15 ഏക്കർ മാത്രമാണ്. ഈ 15 ഏക്കറിലെ 5 ഏക്കറിലാണ് മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് മന്ത്രി എം പി രാജേഷും അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും തുടർച്ചയായി പറയുന്നത്. ആ മഴവെള്ള സംഭരണിയിലെ വെള്ളമായിരിക്കും മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഈ 15 ഏക്കർ ഭൂമി ബാക്കിയുള്ളതിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി കൂടെ നിർമ്മിക്കുകയാണെങ്കിൽ ബാക്കി ഈ കമ്പനിയുടെ തന്നെ പേരിൽ ഉണ്ടാവുക 10 ഏക്കർ ഭൂമി മാത്രമാണ്. ഈ 10 ഏക്കറിൽ വ്യവസായത്തിന് മതിയാവുന്ന തരത്തിൽ അത്രയും ഭൂമി മതിയാവുമോ? ഇത്രയും വലിയ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് ഈ 10 ഏക്കർ ഭൂമി മതിയാവുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത്തരത്തിൽ നികുതി രേഖകളിൽ കുറവ് ഭൂമിയും അതേസമയം തന്നെ നേരത്തെ അനുമതിയൊക്കെ തേടിയുള്ള രേഖകളിൽ കൂടുതൽ ഭൂമിയും കാണിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമാണ്. ഏതായാലും പലതരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഈ കമ്പനിയുടെ അനുമതിയുമായി ഉണ്ട് എന്നുള്ള വലിയ ആക്ഷേപവും ആരോപണവും ഒക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണുള്ളത്. BJP-യുടെ അനിശ്ചിതകാല ഉപവാസ സമരം എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിൽ ഇന്ന് 3ാം ദിനവും തുടരുകയാണ്. ഇന്ന് BJP-യുടെ സംസ്ഥാന വക്താവായ TP സിന്ധുമോളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ കമ്പനിക്ക് അനുമതി നൽകിയതിലെ ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരണമെന്നും കേസിൽ CBI അന്വേഷണം വേണമെന്നും പാലക്കാട്ടെ MP VK ശ്രീകണ്ഠനും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം പൊങ്ങുകയാണ്. അപ്പോൾ ഓരോ തെളിവുകളും പുറത്തു വരുമ്പോൾ പലതിലും പൊരുത്തക്കേടുകൾ ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന നികുതി രേഖകളിൽ ഏതായാലും ഒരു പൊരുത്തക്കേട്, കമ്പനി പറഞ്ഞ ഭൂമിയും ഈ നികുതി അടച്ചിരിക്കുന്ന ഭൂമിയുടെയും അളവിലാണ് പൊരുത്തക്കേടുള്ളത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.